കൊരിന്തോസ് 3 വായിച്ചായിരുന്നു. ഇപ്പോൾ വായിക്കണ്ട. മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക്. നിങ്ങൾ ഇങ്ങനെ കേട്ടോ, അതായത് കഷ്ടപ്പാടുകളെ ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങുന്ന എല്ലാ മനുഷ്യരിലും യേശുവിൻ്റെ മഹത്വം, യേശുവിൻ്റെ പ്രസൻസ് നല്ലതുപോലെ ഉണ്ടാവും. നമ്മൾ വഴക്കുണ്ടാക്കുകയും ചീത്ത വിളിക്കുകയും പ്രതികരിക്കുകയും നമ്മളെല്ലാവരും അവർ പറയുന്നതെല്ലാം ഡിഫെൻഡ് ചെയ്യുകയും ഇനി നമ്മളെക്കുറിച്ച് എന്തെങ്കിലും ഇല്ലാത്ത പറഞ്ഞാൽ അതിനി സ്ഥാപിക്കാൻ ശ്രമിക്കുകയും ഈ വഴിക്കൊക്കെ നമ്മൾ പോകുമ്പോൾ നമ്മുടെ ഈ മഹത്വം പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ അതൊക്കെ എന്ത് ചെയ്യുന്നു? കൊല്ലാൻ കൊണ്ടുപോകുന്നവരുടെ മുമ്പിൽ ആടിനെ പോലെ അവൻ മൗനം പാലിച്ചു. അടിച്ചവർക്ക് പുറവും താടി മീശ പറിച്ചവർക്ക് കവിളും അവൻ കാണിച്ചു കൊടുത്തു. നിന്നയിൽ നിന്നോ തുപ്പലിൽ നിന്നോ അവൻ മുഖം തിരിച്ചില്ല. അവനവൻ്റെ മുഖം ശിലാതുല്യമാക്കി. എന്ത് ചെയ്യുന്നു? കഷ്ടപ്പാടുകളെ പരാതിയില്ലാതെ സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. അത് ദൈവത്തിന് സമർപ്പിക്കുന്നു, ദൈവത്തിന് നന്ദി പറയുന്നു. അങ്ങനെയുള്ള ആളുകളിൽ എന്തുണ്ടാവുന്നറിയാം? മഹത്വം ഉണ്ടാവും. കർത്താവ് ഈശോയുടെ പ്രസൻസ് അവരിൽ നല്ലതുപോലെ ഉണ്ടാവും. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പോൾ ഇത്രയും അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ നീതീകരിച്ചു, മഹത്വീകരിക്കും, വിശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്നു. എങ്ങനെയാണ്? ഒന്നാമതായി പറ.